പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ ഞെട്ടിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഏറ്റുമാനൂരിലെ ആത്മഹത്യ. ഏറ്റുമാനൂരിലെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി ഷൈനിയും 2 പെൺമക്കളും ജീവനൊടുക്കിയതിൽ ജ്ഞാനായ കത്തോലിക്ക സഭ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. സഭയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്നാരോപിച്ച് മള്ളുശ്ശേരി സെന്റ് തോമസ് ജ്ഞാനായ പള്ളി ഇടവക അംഗങ്ങൾ പ്രതിഷേധിച്ചു. ആത്മഹത്യയിൽ പ്രധാന പ്രതി ക്രൈസ്തവ സഭകളാണെന്ന് ഓർത്തഡോക്സ് സഭ മെത്രോപ്പൊലിത്ത യൂഹന്നോൻ മാർ മിലിറ്റിയോസ് കുറ്റപ്പെടുത്തി. കുടുംബശ്രീ വായ്പ തിരിച്ചടയ്ക്കാൻ പോലും കഴിയാത്തതും ഷൈനിയെ സമ്മർദ്ദത്തിലാക്കിയെന്നാണ് സൂചന. ഭർത്താവ് പൈസ തരാത്തതിനാൽ തിരിച്ചടവ് മുടങ്ങിയെന്ന് ഷൈനി പറയുന്ന ശബ്ദ സന്ദേശം റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിട്ടിരുന്നു. കേൾക്കാം. ഹലോ ഷൈനി, 2 മാസം കഴിഞ്ഞാൽ ഷൈനി ലോൺ അടക്കില്ലേ? നോബി വരാൻ എന്തെങ്കിലും നടക്കുവോ? നോബിയുടെ ഞാൻ വിളിച്ചു, ഞാൻ കേസ് നടക്കുമല്ലോ, അത് കൈവം തരാന്നാ പറഞ്ഞത്. എന്നാ ചെയ്യും? നോബി എന്നോ തന്നെ ഒരു പിടുത്തമില്ല. ഇപ്പൊ ഒരു നോട്ടീസ് ഇവരോട്ട് തിരിച്ചു വിട്ടവര്. ഇനി അടുത്ത മാസം 14-ാം തീയതി ഒരെണ്ണം വിട്ടേക്കുന്നത്. എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയിലേച്ച്. ഞാനിപ്പോ അത് മുഴുവൻ അടച്ചു കഴിയുമ്പത്തേ അവര് പിന്നെ പറയല്ലേ, നിന്റെ ആവശ്യത്തിന് തന്നെ എടുത്തെന്നല്ലേ അവര് പറയുള്ളൂ. ഞാൻ എടുത്തോണ്ട് പോകുന്നില്ല പറയൂ. എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതെ, എന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ട് കൊണ്ടുവന്നാണ് പിന്നെ ആംഗ്ലമാരെത്തത് അടച്ചു തീർക്കും. അവന്മാരത് അടച്ചു തീർത്തിട്ട് ചെയ്യും. ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടുന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലേ. അഞ്ജന അനിൽകുമാർ ചേരുന്നുണ്ട്. അഞ്ജന അനിൽകുമാർ, കുടുംബശ്രീയിൽ നിന്നെടുത്ത വായ്പ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സമ്മർദ്ദത്തിൽ ഷൈനി കടന്നുപോയത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴും ഭർത്താവെന്ന് പറയുന്ന ആ നോബി ഈ കുടുംബത്തെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല 5 പൈസ തരില്ല എന്ന നിലപാടാണ് എടുത്തത്. സഭാംഗങ്ങളും കൈവിട്ടതോടെ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളിലേക്ക് ഷൈനി പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുഞ്ഞുങ്ങളെയും പിടിച്ചു പോകുന്ന ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നതായിരുന്നു. പുലർച്ചെ 4 മണിക്കാണ്, 4 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ഉള്ളപ്പോഴാണ് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. നമുക്കത് ഫുൾ ഫ്രെയിമിൽ കൊടുത്താൽ വീട്ടിൽ നിന്ന് ഗേറ്റ് അടച്ച് പുറത്ത് ആത്മഹത്യയ്ക്ക് പോകുന്ന ഷൈനിയെയും 2 കുഞ്ഞുങ്ങളെയും പ്രേക്ഷകർക്ക് കാണാം. വളരെ സമ്മർദ്ദത്തിലുള്ള ആ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഈ റെയിൽവേ പാളത്തിലേക്ക് അമ്മയും മക്കളും നടന്നു പോകുന്നത്. സാധാരണ തീവണ്ടി കയറാൻ വേണ്ടി എവിടെയോ യാത്ര പോകാൻ വേണ്ടി പോകുന്നു എന്ന മട്ടിലാണ് ഈ കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് ഷൈനി പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് പുത്തൻ ഉടുപ്പ് കിടിയിപ്പിച്ച് ഷൈനി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ആരുടെയും കരളലിയിക്കുന്നതാണ്. പുലർച്ചെ 4 മണിക്ക് ഇളയ കുട്ടിക്ക് ഇത് എങ്ങോട്ടാണ് പോകുന്നത് പോലും നിശ്ചയമില്ല. മൂത്ത കുട്ടിയോട് ഒരു യാത്ര പോകാൻ പോകുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്ന മട്ടിലാണ് ഷൈനി വിളിച്ചുകൊണ്ട് പോയതായി അറിയുന്നത്. നോക്കൂ, ആ കുടുംബത്തെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കിയത് ആ ഭർത്താവും ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന നഴ്സിംഗ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിരുന്ന ഷൈനിക്ക് അവസരം കൊടുക്കാതിരുന്നത് സഭയുമാണ് എന്നതാണ് ഇടവക അംഗങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ കാരണം. ഈ ഷൈനിയെപ്പോലുള്ള മനുഷ്യരുടെ കണ്ണീര് തുടയ്ക്കാതെ എന്തു സഭകൾ എത്ര പ്രാർത്ഥിച്ചിട്ട് എന്തു കാര്യമെന്നാണ് നാട്ടുകാരും ചോദിക്കുന്നത്. നമുക്കിപ്പം അഞ്ജനയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജന, വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഇപ്പോൾ നമ്മൾ കേട്ട ടെലിഫോൺ സംഭാഷണം എത്രമാത്രം സമ്മർദ്ദത്തിലായിരുന്നു ഷൈനി എന്നുള്ളത് വ്യക്തമാവും. ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമാർഗമല്ല. എങ്കിൽ പോലും സഭയും ഈ ഭർത്താവ് നോബിയും കൂടി അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നു വേണം അനുമാനിക്കാൻ, അല്ലേ? അരുൺകുമാർ, ഏറ്റുമാനൂർ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തൽ പുറത്തുവരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ തൊടുപുഴ കരിങ്കുന്നം കുടുംബശ്രീ പഞ്ചായത്ത് പ്രസിഡന്റും ഷൈനിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. ഇതിൽ നിന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഷൈനിക്ക് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഈ ഷൈനി ഈ പഞ്ചായത്തിൽ നിന്നും ഒരു ലോൺ എടുത്തിരുന്നു. ഭർത്താവിന്റെ അച്ഛന്റെ ചികിത്സയ്ക്കായാണ് ഈ ലോൺ എടുത്തത്. എന്നാൽ ഈ ലോൺ തിരിച്ചടയ്ക്കാനായി ഭർത്താവ് സഹായിച്ചിരുന്നില്ല. ഈ ലോൺ അടവ് മുടങ്ങിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഷൈനിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. കൂടാതെ ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേന്ന് ഷൈനിക്ക് ഭർത്താവ് നോബി ലൂക്കോസിന്റെ ഒരു ഫോൺ കോൾ വന്നിരുന്നു. ഈ ഫോൺ കോളിൽ മദ്യലഹരിയിലാണ് ഭർത്താവ് സംസാരിച്ചത്. കുട്ടികളുടെ പഠനത്തിന് പണം നൽകില്ലെന്നും ഇതുകൂടാതെ ലോൺ തിരിച്ചടയ്ക്കാൻ സഹായിക്കില്ലെന്നും ഭർത്താവ് വ്യക്തമാക്കിയിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഷൈനിയെ അലട്ടിയിരുന്നു. ഇതെല്ലാം തന്നെ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ നിഗമനം. ഇത് കൂടാതെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഷൈനിക്ക് ജോലി ഇല്ലായിരുന്നു എന്നതാണ്. ജോലി ഷൈനിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒന്ന് തന്നെയായിരുന്നു. കുട്ടികളുടെ പഠനത്തിനായി എല്ലാം തന്നെ പണം കണ്ടെത്താൻ ഒരു ജോലി ഷൈനിക്ക് നാട്ടിൽ തന്നെ അത്യാവശ്യമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഷൈനിയുടെ ഇടവക അംഗങ്ങൾ പ്രതിഷേധം നടത്തി. പള്ളിയുടെ മുൻപിൽ അനുശോചന യോഗവും തുടർന്ന് പ്രതിഷേധ പരിപാടികളുമാണ് നടത്തിയത്. ജ്ഞാനായ കത്തോലിക്ക സഭ അംഗങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പല കോണിൽ നിന്നും ഉയരുന്നത്. ഇവർ വിചാരിച്ചിരുന്നെങ്കിൽ ഷൈനിക്ക് നാട്ടിൽ തന്നെ ഒരു ആശുപത്രിയിൽ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ജോലിക്കായി 12ഓളം ആശുപത്രികളിലാണ് ഷൈനി കയറി ഇറങ്ങിയത്. എന്നിട്ടും ജോലി ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല.
അതിനാൽ തന്നെ പല കോണിൽ നിന്നും സഭാ അംഗങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനം പുറത്തുവരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഷൈനിയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. താങ്ക് യു അഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത്. അഞ്ജന പറഞ്ഞതുപോലെ ഇവർക്ക് ഏതെങ്കിലും ഈ സഭ നടത്തുന്ന ആശുപത്രികളിൽ 12ഓളം ആശുപത്രികളിൽ ഷൈനി കയറിയിറങ്ങി എന്നാണ് ഇടവകാംഗങ്ങൾ പറയുന്നത്. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഇവർക്ക് താൽക്കാലികമായെങ്കിലും ഒരു ജോലി കൊടുത്തിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും കൂട്ടി അവർക്ക് മരണത്തിലേക്ക് നടന്നു പോകേണ്ടി വരില്ലായിരുന്നു. ജാസ്മിൻ ജീവനും പറയുന്നു, അരുൺ സാർ, സഭയുടെ ആശുപത്രിയിൽ ജോലി കൊടുത്തിരുന്നെങ്കിൽ ഇവർ 3 പേരും ഇന്ന് ജീവനോടെ കണ്ടേനെ എന്ന് പറയുന്നു. നോക്കൂ, ഇവരെ ഒന്നും കാണാതിരിക്കുമ്പോൾ സഭ പിന്നെ ആരെയാണ് തിരയുന്നത്? കഷ്ടം.